എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. IPL 2025 സീസണിലെ 49ാം മത്സരത്തിൽ ചെന്നൈയിലെ MA ചിദംബരം സ്റ്റേഡിയത്തിൽ നടന്ന ചെന്നൈ സൂപ്പർ കിങ്സ് പഞ്ചാബ് കിങ്സ് പോരാട്ടത്തിൽ ചെന്നൈക്ക് നിരാശാജനകമായ തോൽവിയായിരുന്നു. ആദ്യം ബാറ്റ് ചെയ്ത ചെന്നൈ 20 ഓവറിൽ 890 എന്ന സ്കോർ നേടി. പക്ഷേ പഞ്ചാബിന്റെ വെടിക്കെട്ട് ഓപ്പണിംഗ് ബാറ്റർമാരായ പ്രഭ്സിമ്രാൻ സിംഗിന്റെയും പ്രിയാൻഷ് ആര്യയുടെയും ആക്രമണാത്മക തുടക്കവും അയ്യരുടെ ഫിനിഷിംഗ് മികവും പഞ്ചാബിനെ വളരെ വേഗം വിജയത്തിലേക്ക് നയിച്ചു. ഈ തോൽവിയോടെ ചെന്നൈയുടെ പ്ലേ ഓഫ് പ്രതീക്ഷകൾ അവസാനിച്ചു. ചെപ്പോക്കിലെ ആരാധകർക്ക് ഒരു വലിയ തിരിച്ചടിയായി. ഈ നിർണായക മത്സരത്തിൽ ചെന്നൈയുടെ തോൽവിക്ക് ശേഷം CSK ക്യാപ്റ്റൻ MS ധോണി വികാരനിർഭരമായി പ്രതികരിച്ചത് ഇങ്ങനെയാണ്: ആദ്യമേ പഞ്ചാബ് കിങ്സിന് അഭിനന്ദനങ്ങൾ. അവർ ഇന്ന് ഞങ്ങളെ എല്ലാ വിഭാഗത്തിലും മറികടന്നു. പ്രഭ്സിമ്രാനും പ്രിയാൻഷും തുടക്കത്തിൽ തന്നെ മത്സരത്തിന്റെ ഗതി മാറ്റി. അയ്യരുടെ ബാറ്റിംഗ് ഞങ്ങൾക്ക് ഒരു ഉത്തരവും ഇല്ലാത്ത വിധം മികച്ചതായിരുന്നു. ഇനി ഞങ്ങളുടെ ബാറ്റിംഗിലേക്ക് വന്നാൽ ഒരുപക്ഷേ 190 ഒരു മോശം സ്കോർ അല്ല. പക്ഷേ ചെപ്പോക്കിൽ ഡ്യൂ വരുമ്പോൾ 200-210 എങ്കിലും വേണമായിരുന്നു. സാംഗറിനും ഡിവാൾഡ് ബ്രെവിസും നല്ലൊരു പാർട്ണർഷിപ്പ് കെട്ടിപ്പടുത്തു. പക്ഷേ യുസ്വേന്ദ്ര ചഹലിന്റെ ഹാട്രിക്ക് ഞങ്ങളെ 20-25 റൺസ് പിന്നോട്ടടിച്ചു. ഞാൻ സ്വയം ഒരു 15 മുതൽ 20 റൺസ് കൂടി നേടേണ്ടതായിരുന്നു. പക്ഷേ ആവശ്യമായ സമയത്ത് ഷോട്ടുകൾ കളിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ബൌളിംഗിൽ ഞങ്ങൾ ശ്രമിച്ചു, പക്ഷേ ഡ്യൂ ഒരു വലിയ ഘടകമായി. പന്ത് നനഞ്ഞപ്പോൾ നൂർ അഹമ്മദിനും ജഡ്ഡുവിനും ഗ്രിപ്പ് കിട്ടിയില്ല. പവർ പ്ലേയിൽ ഞങ്ങൾ വിക്കറ്റ് എടുക്കേണ്ടതായിരുന്നു, പക്ഷേ അവിടെ തന്നെ പാളി. പിന്നെ ഫീൽഡിംഗിൽ 1-2 അവസരങ്ങൾ നഷ്ടപ്പെട്ടത് ഞങ്ങളെ വല്ലാതെ തിരിച്ചടിച്ചു. ഈ സീസൺ ഞങ്ങൾ ഒരുപാട് പ്രതീക്ഷകളോടെ തുടങ്ങിയതാണ്. പക്ഷേ ഒരു ടീം എന്ന നിലയിൽ ഞങ്ങൾക്ക് സ്ഥിരത കണ്ടെത്താൻ കഴിഞ്ഞില്ല. ചെപ്പോക്ക് എപ്പോഴും ഞങ്ങൾക്ക് ഒരു കോട്ടയായിരുന്നു. പക്ഷേ ഈ വർഷം ഇവിടെ 4 തോൽവികൾ. ആരാധകർക്ക് ഇത് എത്രമാത്രം വേദനാജനകമാണെന്ന് എനിക്കറിയാം. ഞാൻ ഒരുപക്ഷേ എന്റെ ഭാഗത്തുനിന്നും കൂടുതൽ ചെയ്യേണ്ടതായിരുന്നു, ബാറ്റിംഗിലും ക്യാപ്റ്റൻസിയിലും. ഇത് ഒരുപക്ഷേ എന്റെ അവസാന IPL സീസൺ ആയിരിക്കാം. ഞാൻ ഒരുപാട് വർഷം ഈ മഞ്ഞ ജേഴ്സിയിൽ കളിച്ചു, ഓരോ മുഹൂർത്തവും ആസ്വദിച്ചു. പക്ഷേ ഒരു ഘട്ടത്തിൽ യുവതാരങ്ങൾക്ക് വഴിമാറിക്കൊടുക്കേണ്ട സമയം വരും. ഞാൻ ഇതേക്കുറിച്ച് ഇനിയും ആലോചിക്കണം. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ എന്റെ പരമാവധി നൽകിയിട്ടുണ്ട്. ഇനി ടീമിന് പുതിയ ദിശ വേണ്ടതായിരിക്കാം. ആരാധകർക്ക് എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി. നിങ്ങളുടെ വിസിൽ പോടി, നിങ്ങളുടെ പിന്തുണ, ഓരോ തോൽവിയിലും നിങ്ങൾ ഞങ്ങൾക്കൊപ്പം നിന്നത്, ഇതൊക്കെ എനിക്ക് എന്നും പ്രചോദനമാണ്. ഈ സീസൺ ബാക്കിയുള്ള മത്സരങ്ങളിൽ ഞങ്ങൾ പരമാവധി ശ്രമിക്കും. ആരാധകർക്ക് വേണ്ടി, ചെന്നൈക്ക് വേണ്ടി, ധോണി വികാരനിർഭരനായി പറഞ്ഞു. വളരെ വലിയൊരു വൈകാരിക നിമിഷമായിരുന്നു അത്. ധോണിയുടെ വാക്കുകൾ ചെന്നൈ ആരാധകരുടെ ഹൃദയത്തിൽ ഒരു വലിയ വിടവ് അവശേഷിപ്പിക്കുകയാണ്. IPLൽ നിന്ന് ധോണി വിരമിക്കുമോ എന്നതാണ് ആരാധകരുടെ ഇപ്പോഴത്തെ പേടി. എന്തായാലും കാത്തിരിക്കാം. ഇനി നടക്കാൻ പോകുന്നത് എന്ത് ഇന്ന് അറിയാം. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് എന്ന് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. കൂടുതൽ IPL അപ്ഡേറ്റുകൾക്കും ക്രിക്കറ്റ് വാർത്തകൾക്കുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.